പ്രധാനമന്ത്രി PM കിസാൻ സമ്മാന നിധിയിൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിച്ച് നിരവധി കസ്റ്റമേഴ്സ് നമ്മുടെ സെൻറ്ററിൽ വരികയുണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിച്ച നിരവധി വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതായി കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, PM കിസാൻ്റെ എന്ത് അപ്ഡേറ്റ് വന്നാലും നമ്മുടെ SG ചാനലിൽ കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ PM കിസാനെ കുറിച്ച് വീഡിയോ ചെയ്തതിനകത്ത് ഒരുപാട് കർഷകരും അതുപോലെ തന്നെ ഒരുപാട് ആളുകളും ഇതുപോലെ കമൻറ്റ് ചെയ്യുകയുണ്ടായി. നമ്മുടെ കുറേ ആളുകൾക്ക് ഈ PM കിസാൻ്റെ പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് നമ്മൾ അതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ നിങ്ങൾക്കും ഇതുവരെ കിട്ടാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ അടിയിൽ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ PM കിസാൻ്റെ പുതിയ അപേക്ഷ നിങ്ങൾക്ക് എങ്ങനെ സമർപ്പിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആദ്യമായിട്ട് തന്നെ 18-19 മുതൽ ഇപ്പോൾ വരെയുള്ള കരമടച്ച രസീത് നിങ്ങളുടെ സ്വന്തം പേരിലായിരിക്കണം എന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അപേക്ഷ കൊടുക്കാൻ വരുന്ന ആൾ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചാൽ സമയം കൂടുതലെടുക്കും. അപ്പോൾ അതാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രം പോരാ. അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്ത് അത് നിങ്ങളുടെ കൃഷി ഓഫീസർ അപ്രൂവ്ഡ് ആയവർക്ക് മാത്രമേ ഇനിയും മുതൽ പുതിയ PM കിസാനിലേക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ ചെയ്യേണ്ടത്, PM കിസാനിൽ നിങ്ങളൊരു ഉപഭോക്താവ് ആകാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ നിങ്ങൾ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്യുക. ശേഷം അത് പെൻഡിങ് മാറി കൃഷി ഓഫീസർ അപ്രൂവ് ചെയ്തതിന് ശേഷം 18-19 മുതൽ 2026 വരെ നിങ്ങളുടെ കരമടച്ച രസീത് നിങ്ങളുടെ സ്വന്തം പേരിലുള്ളവരാണെങ്കിൽ നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിലെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കരമടച്ച രസീത് മെയിനായിട്ട് വേണം, അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ID വേണം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഇത്രയും സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അപേക്ഷ കൃത്യമായിട്ട് സമർപ്പിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആധാർ കാർഡിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ലിങ്ക് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടുമായിട്ട് KYC എല്ലാം കൃത്യമായിരിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആനുകൂല്യം കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഈ ഫോൺ നമ്പറും മറ്റുള്ള ബാങ്ക് ഡീറ്റെയിൽസും കഴിവതും നിങ്ങൾ മാറ്റം വരുത്താതിരിക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ വൺസ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലൊട്ടാകെ 9.44 കോടി ജനങ്ങളാണ് ഈ PM കിസാൻ പദ്ധതിയിൽ ഉപഭോക്താക്കളായിരിക്കുന്നത്. അവർക്ക് നാളിതുവരെയും കൃത്യമായിട്ട് പൈസ കിട്ടുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രം 33 ലക്ഷത്തോളം ആളുകളാണ് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 20-23 ലക്ഷം പേർക്ക് ഈ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ കിട്ടാത്തതിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. അതായത് അവർ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കാണത്തില്ല, അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് ചെയ്ത് കാണത്തില്ല, അതോടൊപ്പം തന്നെ ബാങ്കിലുള്ള ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആയിരിക്കത്തില്ല. ഇതൊക്കെ കൊണ്ടായിരിക്കും അവരുടെ PM കിസാൻ്റെ പൈസ മുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിലവിൽ ഞാൻ പറഞ്ഞു, കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് വിശദമായിട്ട് നമ്മുടെ ഓരോ സെക്ഷൻ വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട്. എങ്കിലും ഒന്നുകൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ട് ഇപ്പോൾ വർഷം തോറും KYC ഇപ്പോൾ കിട്ടുന്നവരായാലും KYC പുതുക്കണം എന്നൊരു നിബന്ധന കൂടി വന്നിട്ടുണ്ട്. നിരവധി കർഷക സുഹൃത്തുക്കൾ നമ്മുടെ കിടങ്ങന്നൂരുള്ള കോമൺ സർവീസ് സെൻറ്ററിലെത്തി അവരുടെ KYC പുതുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും പുതുക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ കോമൺ സർവീസ് സെൻറ്റർ വഴി ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ KYC പുതുക്കുക. അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം നിലനിർത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. അത് നിങ്ങൾ എല്ലാവരിലും ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് കർഷക സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്യുക. പുതിയത് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോകൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് പുതിയത് ചെയ്യാൻ പറ്റും, പക്ഷേ എങ്ങനെ ചെയ്യാം എന്ന് അവർ പറയുന്നില്ല. ഇതിപ്പം നമ്മൾ
ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ.